ഹലോ ഗൈസ്, അപ്പം ഇന്ന് നമ്മുടെ ചാനലിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഇതിപ്പോൾ നമ്മളൊരു പാർക്കിൽ വന്നേക്കുകയാണ്. ഇതിൻ്റെ സൈഡിലൊരു ബീച്ച് ഉണ്ടായിരുന്നു. ആക്ച്വലി നമ്മൾ ആ ബീച്ചിൽ ഇറങ്ങാൻ വേണ്ടി വന്നതാണ്, പക്ഷെ മൊത്തത്തിൽ ചീറ്റിപ്പോയി. ഇവിടെ കൺസ്ട്രക്ഷൻ നടക്കായ കാരണം നമ്മൾ ജസ്റ്റ് ആ പാർക്കിലൂടെ ഒക്കെ പോയി. ആക്ച്വലി ലോങ് വീക്കെൻഡ് ആയതുകൊണ്ട് നമ്മളൊരു കുറച്ച് മാറി, ഒത്തിരി ദൂരമല്ല, കുറച്ച് മാറി ഒരു ബീച്ച് പാർക്കിൽ വന്നതാണ്. അപ്പോൾ ഇതൊരു അതിവിശാലമായ പാർക്കാണ്, കാണാൻ സാധിക്കും. ഇവിടെ കുറേ ഉണ്ട്. ഒരു പാർക്കിൻ്റെ ഒരു പോർഷൻ മാത്രമാണ്. നമ്മൾ ഓൾറെഡി കുറേ എന്താ പറയുക, കുറേ നടന്നു, കുറേ ഗൂസും കുറേ അണ്ണാനും അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്നിറങ്ങിയതാണ്. ഇതിൻ്റെ അകത്തൊന്നുമില്ല, പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നുമില്ല, പക്ഷെ ജസ്റ്റ് സ്ഥലം ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. കുറേ ഏക്കർ കിടക്കുന്ന സ്ഥലം വെറുതെ കിടക്കുന്നു, പക്ഷെ നല്ല രസമുണ്ട്. കുറേ നാളായി വിചാരിക്കുന്നു വന്നിട്ട് എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുത്തിടണമെന്ന്. അപ്പം എന്തായാലും ഇന്ന് ബീച്ചല്ല, ആക്ച്വലി ഇത് ലേക്ക് തന്നെയാണ്, പക്ഷെ കണ്ട ബീച്ച് പോലെ ഇരിക്കും. അങ്ങനെ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോയെന്നറിയില്ല. അങ്ങനെ ഒരു സ്ഥലത്ത് വന്നതാണ്. ആദ്യം നമ്മൾ വന്നിട്ട് വേറൊരു ബീച്ച് പാർക്കിൽ പോയിട്ട് ബീച്ച് ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് ബീച്ച് കാണാൻ പറ്റി. ഞാൻ കാണിച്ചു തരാം. ഇതാണ് ബീച്ച്. ഇത് ബീച്ചല്ല, ലേക്കാണ്. അപ്പോൾ ഈ വീഡിയോൻ്റെ സെക്കൻഡ് ഹാഫ് തൊട്ട് നമ്മൾ റെക്കോർഡ് ചെയ്തിരുന്ന വോയിസ് ആയിരിക്കും. കുറച്ച് എൻ്റയർലി വ്യത്യസ്തമായിട്ട് തോന്നുമായിരിക്കും. പക്ഷേ ഫസ്റ്റ് വീഡിയോ എടുക്കുന്നതിൻ്റെ കൂടെ വോയിസ് കൊടുത്തപ്പം ഭയങ്കര അൺക്ലിയർ ആയിട്ട് തോന്നി. അപ്പോൾ ഞാനിപ്പോൾ നിലവിൽ കാനഡയിലാണുള്ളത്. അപ്പോൾ ഞാൻ വന്നിട്ട് ഓൾമോസ്റ്റ് 2 കൊല്ലം ആവാറായി. അപ്പോൾ കുറേ ആയി വിചാരിക്കുന്നു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നും വീഡിയോ എടുത്തിടണമെന്നും ഒക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, ഇത് ലേക്ക് ഒണ്ടാരിയോൻ്റെ ഒരു പാർട്ടാണ്. അപ്പം ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് US ആണ്. ഇതിങ്ങനെ ജസ്റ്റ്, പക്ഷേ ബീച്ചിൽ നിന്ന് തന്നെയാണ് എല്ലാവരും പറയാറ്, നമ്മളും ബീച്ചിൽ പോകുന്നത് തന്നെയാണ് പറയാറ്. പക്ഷേ ഇത് ഇത്രയും വീതിയിലും വിസ്താരത്തിലും കിടക്കുന്ന ഒരു ലേക്ക് ആയതുകൊണ്ട്, പിന്നെ കാറ്റടിക്കുന്നതുകൊണ്ടും ഈ തിര പോലെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഇത് ഒരു എൻ്റയർലി വ്യത്യസ്തമായിട്ടുള്ളൊരു ബീച്ചായിരുന്നു. കാരണം ഇങ്ങനെ ഒരു ബ്രിഡ്ജും ഒക്കെ ഉള്ളത് കൊണ്ട് കുറേ ആൾക്കാർ പിള്ളേരെയും പട്ടികളെയൊക്കെ ആയിട്ട് ഈവനിങ് വാക്കിനൊക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ നല്ലൊരു ക്ലൈമറ്റൊക്കെ ഒന്ന്, വിൻ്ററൊക്കെ ഓൾമോസ്റ്റ് തീർന്ന് സ്പ്രിങ് തുടങ്ങിയ, ഇതുവരെയും തണുപ്പ് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടില്ല. ബട്ട് സ്റ്റിൽ കുറച്ച് തണുപ്പ് കുറച്ച് കുറവുണ്ട്. അപ്പം നമ്മൾ ആ പാലം തീർന്ന് വേറൊരു റോഡിലൂടെ കയറി വരുമ്പം ആ ബീച്ചിൻ്റെ വേറൊരു സൈഡിലേക്ക് എത്തും. അപ്പം ഇവിടെ നമുക്ക് നാട്ടിലെ ജാതിത്തോട്ടമൊക്കെ പോലെ തോന്നുന്ന ഒരു സ്ഥലത്തൂടെ, ഇവിടുത്തെ ഒരു പൈൻ മരത്തിൻ്റെ പോലത്തെ ഒരു മരമാണത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ എൻ്റർ ചെയ്യുമ്പം വേറൊരു പാർക്ക് പോലെ തന്നെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ട്, ചെറിയൊരു വർക്കല ക്ലിഫിൻ്റെ ഒക്കെ മോഡൽ, അത്രയൊന്നുമില്ല എന്നാലും ചെറിയൊരു നല്ല രസമായിരുന്നു. അതായത് അവിടെ ഇരുന്ന് തന്നെ ബീച്ച് ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുമായിരുന്നു. അവിടെ കുറേ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും ഒക്കെ കൊടുത്തിട്ട് നല്ല അടിപൊളിയായിരുന്നു. അപ്പം അതാണ് നമ്മുടെ ഫസ്റ്റ് വീഡിയോ. അപ്പോൾ ഇനിയും കുറേ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു.